രമാദേവി കൊല്ലപ്പെടുമ്പോൾ രമാദേവിയുടെ ഇരു കൈകളിലുമായി 40ഓളം മുടിയിഴകൾ ഉണ്ടായിരുന്നു. വലത് കൈയിൽ 36ഉം ഇടത് കൈയിൽ 4 മുടിയിഴകളും ഉണ്ടായിരുന്നു. ഈ മുടിയിഴകൾ ചുടലമുത്തുവിൻ്റെതാണെന്നാണ് പോലീസ് സംഘം കരുതിയത്. ഇത് ശരിക്കും അന്ന് ആ മുടിയുടെ DNA സാമ്പിൾ എടുത്തിരുന്നുവെങ്കിൽ അന്നേ കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇത് നടക്കുന്നത് ഈ 17 വർഷങ്ങൾ കഴിഞ്ഞാണ്. 17 വർഷങ്ങൾ കഴിഞ്ഞ് DNA പരിശോധിക്കുന്ന പോലീസ് അറിയുന്നത് ഈ മുടിയിഴകൾ ഭർത്താവ് ജനാർദ്ദനൻ നായരുടേതാണ്. അങ്ങനെയാണ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നത്. ശരിക്കും ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ രമാദേവിയിൽ ജനാർദ്ദനൻ നായർക്ക് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ഈ ചുടലമുത്തു ആയിടയ്ക്കാണ് അവിടെ ജോലി തേടിയെത്തുന്നത്. ചുടലമുത്തു ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നു. വെള്ളം ശേഖരിക്കാനും മറ്റുമായി അങ്ങോട്ടേക്ക് എത്താറുണ്ടായിരുന്നു. അത് ജനാർദ്ദനൻ നായർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ ഭാര്യയിൽ സംശയമുണ്ടായിരുന്ന ജനാർദ്ദനൻ നായർ വീട്ടിലെ ഫോൺ വിളിക്കുന്നത് പോലും കർശനമായി നിയന്ത്രിച്ചിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം ഈ രമാദേവി സമീപത്തുള്ള ക്ഷേത്രത്തിലൊരു പരിപാടി നടപ്പുണ്ട്. എന്തോ ഭാഗവത യജ്ഞമോ എന്തോ ആണ്. അപ്പോൾ ഈ ഭാഗവത യജ്ഞത്തിന് പോകാൻ വേണ്ടി ഇയാളോട് അനുവാദം ചോദിക്കുന്നു. ഇയാൾ പറയുന്നു പോകരുത്. എന്നാൽ രമാദേവി ഈ അമ്പലത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. ഇതാണ് തിരിച്ചു വന്ന ഇതറിഞ്ഞ ജനാർദ്ദനൻ നായരാണ് പ്രകോപിതനായത്. അങ്ങനെ ഇവർ തമ്മിലുള്ള വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയിലെത്തി. തുടർന്ന് അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് ഇയാൾ ഭാര്യയുടെ ഇടത് കഴുത്തിലേക്ക് വെട്ടി.